എന്താ അപ്പൂട്ടാ ഇത്? വെളുപ്പിന് ഇറങ്ങി പുറപ്പെട്ടതല്ലേ, ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും വന്നില്ലല്ലോ. അപ്പൂട്ടം വരാതെ എനിക്ക് പോവാൻ പറ്റുമോ? എനിക്കിന്ന് ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. ഇനി കുഞ്ഞലക്ഷ്മി പോയിക്കോളൂ. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്തു കഴിക്കാൻ മറക്കണ്ട കേട്ടോ. ആ അപ്പൂട്ടാ, ടൗണിൽ പോയിട്ട് വരുമ്പോ എനിക്കൊരു കൂടെ കൺമഷി വാങ്ങിക്കൊണ്ടിട്ട് മറക്കല്ലേ. ചേടാ, വേലക്കാരി തള്ളയുടെ മോൾക്ക് കൺമഷി എഴുതാനും ചെലവ് അപ്പൂട്ടന്റെ വക. ഈ പറയുന്ന ആളെ അപ്പൂട്ടന്റെ ചക്കാത്ത് പറ്റി നന്നായി ചേർത്തിട്ടുണ്ടല്ലോ. വെറുതെ വടി കൊടുത്ത് അടി മേടിക്കണോടാ. അല്ല, ആ വക്കച്ചനെ അറുന്നൂട്ടിക്കാനും കണ്ടില്ലല്ലോ. അപ്പൂട്ടാ, നമ്മൾ കുളിക്കാണ്, ഇതാ വരണു. ആ, പതുക്കെ വന്നാ മതി. അപ്പുട്ടിന്റെ എണ്ണ, അപ്പുട്ടിന്റെ സോപ്പ്, അപ്പുട്ടിന്റെ വെള്ളം, കുളിയടാ കുളി. ആ, വക്കച്ചനെത്തി. കീഴെ പറമ്പിലെ തേങ്ങ ഇടയിൽ കഴിഞ്ഞു. ആകെ തേങ്ങ 4300. അതിൽ വെട്ടുകാരനും സൂക്ഷിപ്പുകാരനും പരിസരവാസികൾക്കും കൊടുത്തിട്ട് ബാക്കി തേങ്ങ 4000. അതില് വക്കച്ചന്റെ വട്ടച്ചെലവ് കഴിച്ചിട്ട് ബാക്കി എത്ര ഉണ്ടെന്ന് പറ. 13,620 കണക്കതിലുണ്ട്. മണിയാ, ഓ, കുറിച്ചിട്ടോ? കുറിച്ചിരുന്നുണ്ടേ. ഇന്നത്തെ വരവ് തേങ്ങ വിറ്റ വകയിൽ 13,620 രൂപ. ചെലവ് ശങ്കരേട്ടനെ സഹായിച്ച വകയിൽ 10,000. മച്ചിങ്ങിലെ മാധവിക്കുട്ടി കരഞ്ഞു കാണിച്ചപ്പോ കൊടുത്തത് 100. പേച്ചിത്തള്ള പേരെടുത്ത കഥ പറഞ്ഞ വകയിൽ 50. ആകെ 10,150. പിന്നെ ശങ്കരേട്ടന് സഹതാപം തോന്നിയ വകയിൽ കൊടുക്കേണ്ട നെല്ല് 2 ചാക്ക്. പുരോഗമിക്കുന്നുണ്ടേ. ഒന്ന് പതുക്കെ പറയടാ, അമ്മ കേക്കും. ആകെ വേർതൊലിക്കുന്നു. ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. കുളിക്കുന്നതൊക്കെ കൊള്ളാം, സോപ്പടിച്ച് മാറ്റരുതിട്ടോ. മതി മതി, ഇക്കാടെ ശരീരത്തിനും ചർമ്മകാന്തിക്കും വെണ്ണീര് പൂശിയാ മതി. ഇതേ 66 രൂപ 75 പൈസ കുട്ടിക്കൂറയാ. വേണ്ടടാ, അന്റെ ഓശാര അങ്ങോട്ടേക്ക് വേണ്ട. ഞാനേ അന്റെ പാട്ട PS സോപ്പിട്ട് കുളിക്കാൻ വന്നതല്ല. ഇന്ന് മുഴുവനും കടുവാശ്ശേരിയിൽ ആ ബ്രോക്കർ രാമൻകുട്ടിനെ പുറങ്ങെടുക്കായിരുന്നു. എന്തിന്? നിനക്കൊരു പെണ്ണന്വേഷിക്കാൻ. എന്നിട്ട് എന്താ പെണ്ണ് ശരിയായോ? പറയാൻ മനസ്സിലാ, വിട്. എന്റെ പൊന്നിക്കേല്, പെണങ്ങാതെ ഒന്ന് വിശദമായിട്ട് പറയണ്ടേ. ചേട്ടാ, അത് വലിയ പൊല്ലാപ്പല, വിട്. നമുക്ക് ഞാൻ പറയാം. കടുവാശ്ശേരിയിലെ വാസുദേവ പണിക്കര മോള് ഓമനക്കുട്ടിയാ പെണ്ണ്. ജാതക ഉത്തമത്തിൽ ചേർന്നിരിക്കുക. ഇക്ക, പെണ്ണെങ്ങനെ? പോയി നോക്കണം നമുക്ക്. ബാക്കി പറ. ചേട്ടാ, നല്ല മുഞ്ചത്തി പെണ്ണ്, വലിയ തറവാട്ടേര്. നാളെ രാവിലെ 10 മണിക്ക് എന്നെ അവിടെ എത്തിക്കാന്ന് നമ്മൾ വാക്കുകൊടുത്തിരിക്കുക. അതിനെന്താ, പോവാലോ. ആ, ബ്രോക്കർ രാമൻകുട്ടി മാധവന്റെ കടയിലുണ്ടാവും, ഞാനും അവിടെ ഉണ്ടാവും. അവിടെ നമുക്ക് ഒന്നിച്ചു പോവാം. ഊണ് കഴിച്ചിട്ട് പോവാം. വേണ്ട, ഇനി ഊണ് വേണ്ട, ലേശം കഴിച്ചിട്ട് പോവാന്ന്. അത് ഞാൻ വന്നപ്പോഴേ എടുത്ത് കഴിച്ചിടവായ. ഓമനക്കുട്ടി, നല്ല മൊഞ്ചുള്ള പെണ്ണ്. ഇപ്പൊ വെള്ളം ഇറക്കണ്ടേ? മൊഞ്ചാണോ കൊഞ്ചാണോ നമുക്ക് നാളെ കണ്ടിട്ട് തീരുമാനിക്കേ. ഇനി തീരുമാനിക്കാനൊന്നുമില്ല. കടുവാശ്ശേരിയിലെ കേസ് അങ്ങോട്ട് ഉറപ്പിക്കാൻ നല്ലത്. 1ഉം 2ഉം അല്ല, 48ാമത്തെ പെണ്ണ് കാണില്ല. മൂപ്പർക്ക് പെണ്ണ് കെട്ടണമെന്നൊന്നും ഉണ്ടാവില്ല. പെണ്ണും പിടക്കൊഴിയും ആയാലേ ഇങ്ങനെ ഒറ്റയാനെ പോലെ ചുറ്റിക്കറങ്ങി നടക്കാനൊക്കത്തില്ല. എന്ന് വെച്ചാൽ അപ്പോട്ട് എന്നും ഇങ്ങനെ നിൽക്കണമെന്നാണോ? എല്ലാരും കൂടെ കാര്യമായിട്ടൊന്ന് ഉത്സാഹിക്കണം. ഉത്സാഹിക്കാഞ്ഞിട്ടാണോ? 100 കൂട്ടം തടസ്സങ്ങൾ. ഒന്നുകിൽ ജാതകം ചേരില്ല, അല്ലെ പെണ്ണിന് ഇഷ്ടാവില്ല. ഇക്കണക്കിന് പോയാ അപ്പൂട്ടിന് ഈ ജന്മത്തൊരു കല്യാണം ഉണ്ടാവില്ല. അത് വിട് കുട്ടപ്പ, ഈ ഓമനക്കുട്ടിനെ എല്ലാരും പാസ്സാക്കി വിട്ടിരിക്കും. ഇതാ, സംശയമുണ്ടോ? സംശയമുണ്ട്. പെണ്ണിനെ കണ്ടുവന്നിരിക്കുന്ന ഇക്കായ ആയതുകൊണ്ട് അല്പ സംശയമുണ്ട്. ആ, ബ്രോക്കർ എത്തിയല്ലോ. മതോട്ടാ, കടുപ്പത്തിലൊരു ചായ. മണി 10 ഇനി അപ്പോട്ടിനെത്തിയില്ലേ? ഇല്ല, ഇപ്പൊ എത്തും. അവന്റെ ഇന്നത്തെ കോളത്ത് രാമൻകുട്ടി കുറെ നാളായി അപ്പൂട്ടന്റെ പെണ്ണന്വേഷിച്ച് നടക്കുന്നുണ്ടല്ലോ. കൂടെ നടക്കുന്ന മണിയനൊരു പെണ്ണ് വേണ്ടേ? ഉണ്ടല്ലോ, നക്ഷത്രം തൃക്കേട്ട, 5 അടി 3 ഇഞ്ച് പൊക്കം, ചെമ്പകപ്പൂവിന്റെ നിറം, ഒറ്റ മകൾ, 1 കിലോ സ്വർണം, 5 ലക്ഷം രൂപയുടെ സ്വത്ത്. നല്ല യോഗ്യതയുള്ള കുട്ടി. ധൈര്യമായിട്ട് എന്ത് ജോലി ഏൽപ്പിക്കാം. ചുറ്റുപാട് നോട്ടം എത്തും. പെണ്ണിന്റെ 2 കണ്ണും 2 ദിക്കിലേക്കാ. ഒന്ന് തെക്കോട്ടും മറ്റൊന്ന് വടക്കോട്ടും. നിന്റെ അച്ഛന്റെ കല്യാണം കഴിഞ്ഞാണോ? മണ്ടായി, എന്റെ അച്ഛൻ കെട്ടാതെ എങ്ങനെ ഞാനുണ്ടാവുക? എന്നാ ഈ പെണ്ണിനും കൂടി നിന്റെ അച്ഛനെ കൊണ്ട് കെട്ടിച്ചാ മതി. മാധവേട്ടാ, 2 ചായ. മാധവന്റെ കെട്ടുള്ള സ്വരത്തിനെന്താ അത്ര വലിയ കടുപ്പം? അമ്മയോട് തോറ്റതിന് അങ്ങാടിലെന്ന് പറഞ്ഞ പോലെ വീട്ടിലെ ദേഷ്യമാണ് ഇവിടെ തീർക്കുക. ഒരെണ്ണം വിത്തൗട്ട്. നിനക്ക് പഞ്ചാരയാണെന്ന് ഞാൻ അറിഞ്ഞാ പോരെ, നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോടി. കൊണ്ടുപോയി കൊടുക്കടാ. ആ, അപ്പുട്ടിനെത്തി. മാധവേട്ടാ, ഇനി ഇറങ്ങിയില്ലേ? പെട്ടെന്ന് വേണം. രാഗകാലത്തിനും കുളികാലത്തിനും മുമ്പ് കടുവാശ്ശേരിയിൽ എത്തണം. പെട്ടെന്നാവട്ടെ. അങ്ങേർക്ക് കടയടയ്ക്കാൻ കാരണമില്ലാണ്ടിരിക്കുകയായിരുന്നു. സരോജി ചേച്ചി,
വട്ടക്കുഴിയിലേക്കുള്ള റോഡ് വെട്ടിന്റെ കോൺട്രാക്ടർ വരും. കടയിൽ ഇരിക്കാൻ പറയണം. ഞങ്ങൾ ഉടനെ എത്തും. റോഡ് വെട്ടാൻ കോഴിക്കാട്ടിൽ അച്യുതൻ നമ്പ്യാർ സമ്മതിക്കില്ലെന്നാണല്ലോ പറഞ്ഞു കേട്ടത്. നടക്കില്ല ചേച്ചി, അതൊക്കെ അയാളുടെ മനസ്സിലിരിപ്പല്ലേ. നാളെ റോഡ് വെട്ട് ആരംഭിച്ചിരിക്കും. ഇന്ന് എവിടെ അപ്പൂട്ട കാപ്പൂടി? അപ്പൂട്ടൻ പെണ്ണ് കാണാൻ പോകുന്നതിന് കാപ്പൂടിക്കാൻ പോകുന്നെന്നാ ഇവിടെ പെണ്ണുങ്ങളൊക്കെ പറയുന്നത്. അപ്പൂട്ടാ പോവാ. ആ. പാച ഒടിച്ച് നിക്കാതിരും തക്കടി. എന്റെ ഭഗവതി, പാവം എത്ര പെണ്ണ് കണ്ടതാ. ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാ മതിയായിരുന്നു. ഓ പിന്നെ എന്തിനാ നാടുനീളെ ഇങ്ങനെ പെണ്ണ് കാണാൻ നടക്കുന്നത്? നാണം ഇല്ലാതെ. എന്തിനാടി ഈ കുശുമ്പ്? ചേച്ചി നോക്കിക്കോ, അപ്പൂട്ടൻ പെണ്ണ് കിട്ടാതെ കറങ്ങി തിരിഞ്ഞ് അവസാനം ഈ ചന്ദ്രികയുടെ അടുത്ത് തന്നെ വരും. ചന്ദ്രകേന്ദ്ര ബൃഹസ്പതി ഗജകേസരി യോഗമാണ്. നീചഭംഗ രാജയോഗവും ഉണ്ട്. മന്ത്രി വരെ ആവാനുള്ള യോഗം അപ്പൂട്ടന്റെ ജാതകത്തിൽ കാണുന്നുണ്ട്. ആ, അടുത്ത ഇലക്ഷന് ഞങ്ങൾ അപ്പൂട്ടനെ താമരക്കുളത്ത് നിർത്താൻ പോവാ. പക്ഷേ അത് ഫലത്തിൽ വരണമെങ്കിൽ അപ്പൂട്ടന്റെ വിവാഹം കഴിയണം. ഓമനക്കുട്ടിയുടെ അപ്പൂട്ടന്റെയും ജാതകം അത്യുത്തമമാണ്. കാപ്പി കുടിക്കാം. കോളടിച്ചില്ലടാ. ഉഗ്രം കുട്ടി. ഇതൊത്ത് എനിക്കിഷ്ടമായി. എനിക്കിഷ്ടായി. നീ എന്ത് പറയുന്നു? എനിക്കിഷ്ടമായി. ബിസ്ക്കറ്റോ പെണ്ണോ? രണ്ടും. എന്നാ നമുക്കിനി താമസിപ്പിക്കണ്ട. വരുന്ന ചിങ്ങത്തില് കല്യാണം അങ്ങ് നടത്താം. ഞങ്ങൾക്ക് വേറെ ഡിമാൻഡ് ഒന്നുമില്ല. അപ്പൂട്ടന്റെ കല്യാണം ആവുമ്പോ താമരക്കുളമൊന്ന് ഇളകും. നാട്ടുകാർ മുഴുവൻ കല്യാണത്തിനുണ്ടാവും. ഒരു വിരോധവും ഇല്ല. നമുക്ക് കെങ്കേമാക്കാം. ആ, അപ്പൂട്ടനും ഓമനക്കുട്ടിക്കും തമ്മിൽ എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആവാ. അയ്യോ, എനിക്കൊന്നും സംസാരിക്കാനില്ല. നമുക്ക് ചിങ്ങത്തിൽ തന്നെ നടത്താം. ഇവൾക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ തന്നെയാ ആണുങ്ങൾക്ക് മുമ്പേ. ഞാനെന്താ സംസാരിക്കുന്നത്? ആ, സുഖമാണല്ലോ, എന്നിഷ്ടപ്പെട്ടല്ലോ. കല്യാണം ചിങ്ങത്തിൽ നടത്താലോ? ഒരുപാട് ആലോചനകൾ വന്നു. ഒന്നും എനിക്കങ്ങോട്ട് ബോധിച്ചില്ല. ആദ്യമായിട്ടാ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ഇഷ്ടാന്ന് ഞാൻ പറയണത്. ഓമനക്കുട്ടിയെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായി. ഓമനക്കുട്ടിക്കോ? ക്ഷമിക്കണം, ഈ കല്യാണം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളെ ഇഷ്ടപ്പെടാത്തോണ്ടല്ല, ഞാൻ മറ്റൊരാളുമായി സ്നേഹത്തില. വീട്ടുകാരറിഞ്ഞിട്ടില്ല. അദ്ദേഹം ബോംബെയില. കാത്തിരിക്കാൻ പറഞ്ഞിട്ടാ പോയത്. വന്നിട്ട് വേണം വീട്ടുകാരോട് പറയാൻ. സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോകും. നിങ്ങളെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. വലിയ മനസ്സുള്ള ആളല്ലേ. ജീവിക്കാൻ കൊതിയുള്ള ഒരു പെൺകുട്ടിയുടെ അപേക്ഷ. എന്നെ കണ്ണീര് കുടിപ്പിക്കരുത്. ഈ കല്യാണം ഒന്നും മുടക്കി തരണം. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാം. അരുത്, കാല് പിടിക്കരുത്. കരയരുത്, കരയരുത്. സാറില്ല കുട്ടി, നമ്മളൊക്കെ മനുഷ്യരല്ലേ. മനുഷ്യർക്കല്ലേ മനുഷ്യരെ അറിയാൻ പറ്റൂ. പേടിക്കണ്ട, ഞാനിത് മുടക്കിത്തരാം. സദ്യ പാലക്കാട് ഹരിഹരയിലെയാണ് ഏൽപ്പിക്കുന്നത്. ആഹാ, എന്നാ പിന്നെ ചോദ്യമില്ല. അപ്പൊ ആരെ കൈപ്പുണ്യമുള്ള ആളല്ലേ? അതോട്ടാ ഏ? മണിയാ, വാ പോവാം. എന്താ പുട്ടാ? എനിക്ക് പെണ്ണിന് ഇഷ്ടായില്ല. അപ്പൊ നീയല്ലേ പറഞ്ഞു നിനക്ക് ഇഷ്ടായി? അത് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു. ഒന്നുകൂടെ നോക്കിയപ്പോ പെണ്ണിന് ഉയരം പോരാ. അപ്പൂട്ടന്റെ ചുമലിനൊപ്പം പൊക്കമുണ്ടല്ലോ. അതുപോലെ മാത്രമല്ല, പെണ്ണിന് നിറവില്ല, സംസാരിച്ചേക്കാൻ സമയമില്ല. വാ. ഈത്ത വിളിക്കരുത്. എന്താണ് തോന്നിയാസം കാണിക്കുക? നീ ഞങ്ങളെ നാട്ടിക്കാൻ തന്നെ ഉദ്ദേശം? ബഹളം ഉണ്ടാക്കണ്ട. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ഒന്ന് നോക്കാം. വണ്ടി നേരെ പുലിപ്പറമ്പിലേക്ക് പോട്ടെ. അവിടെ ഒരു കുട്ടിയുണ്ട്. കൂലിപ്പറമ്പല്ല എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ. നിനക്ക് എങ്ങനെ ബ്രോക്കർ പണി നടന്നാൽ മതിയല്ലോ. നിന്നോടൊപ്പമുള്ള പെണ്ണ് കാണാൻ ഇന്ന് അവിടെ നിർത്തിയിരിക്കുന്നു. പറയണ എന്താടാ പെണ്ണിന് കുഴപ്പം? കുഴപ്പമുണ്ട്. എടാ, അവള് മറ്റൊരാളുമായിട്ട് അടുപ്പത്തില്ല. ഈ കല്യാണം ഒന്ന് മുടക്കി കൊടുക്കാൻ കരഞ്ഞ് കാല് പിടിച്ചു. അപ്പൊ നീ അലിഞ്ഞു. പിന്നല്ലാണ്ട് മനസ്സിൽ മറ്റൊരാളെയും കൊണ്ട് കിടക്കുന്ന ഒരു പെണ്ണിനെ അറിഞ്ഞുകൊണ്ട് എങ്ങനെയാ കെട്ടുക? പാപമല്ലേ. നല്ലൊരു കുട്ടിയായിരുന്നു. യോഗമില്ലടാ പുട്ടാ. എന്നെ ഏൽപ്പിച്ച നാട്ടുകാരോട് എനിക്ക് നന്ദിയുണ്ട്. പക്ഷെ ഈ കർമ്മപരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നേക്കാൾ യോഗ്യത താമരക്കുളത്തെ തലമുതിർന്ന കർഷക തൊഴിലാളിയായ കുമാരേട്ടനാണ്. അതിനായി ശ്രീ കുമാരേട്ടനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കുമാരേട്ടൻ മുമ്പോട്ട് വന്നേ. പറിച്ചു വെച്ച് കൊടുക്കാൻ പറ്റേ? പത്രത്തിൽ ഫോട്ടോ വാർത്തയൊക്കെ വരണ്ടേ? ഈ സ്വല എവിടെ? ഈ സ്വല എവിടെ പോയി കിടക്കുന്നത്? സ്വന്തം ലേഖനത്തി സ്വന്തം ലേഖനത്തി. ആ ഉദ്ഘാടന പ്രസംഗം ഒന്നുകൂടാകട്ടെ. വേണ്ട, നീ ഫോട്ടോ എടുത്താൽ മതി. അപ്പൂട്ടാ, ആ മമ്മൂട്ടി ഒന്നുകൂടെ വാങ്ങിട്ട് കൊടുക്കും. ഓ, അപ്പൂട്ടാ ഒന്ന് ചിരിച്ചേ. കുമാരേട്ടാ ഒന്ന് വികാര നിർഭരനായി നിന്നേ. കുമാരേട്ടാ,
അടി വയറ്റിന്ന് മോശം കേറി മുഖത്ത് വരട്ടെ. ക്യാമറയുടെ മുമ്പിൽ വികാരം കാണിക്കുക. ഇയാളെന്താ വല്ല മമ്മൂട്ടിയ മോഹൻലാലാണോ? പകൽ അന്ത്യോളം പാടത്ത് പണിയെടുത്ത് അരിയും മുളകും കുടിലേക്ക് വാങ്ങിച്ചിട്ട് വന്ന ഇയാളുടെ മുഖത്തെ ഒരു വികാരം ഉണ്ടാവൂ. താ ഫോട്ടോ എടുക്കണോ? തുടങ്ങിക്കോ. വരട്ടെ, റോഡ് വിട്ടാ വരട്ടെ. അച്യുതൻ നമ്പ്യാരുടെ പറമ്പിൽ കൂടി റോഡ് വിട്ടാൻ പാടില്ല കൽപ്പന. ആരുടെ കൽപ്പന? കോഴിക്കാട്ടിൽ അച്യുതൻ നമ്പ്യാരുടെ കൽപ്പന. സർക്കാരിൽ നിന്ന് ഉത്തരവ് വാങ്ങിയതാ. ഞങ്ങൾ റോഡ് വെട്ടും. തടയാൻ ധൈര്യമുള്ളവൻ തടയടാ. എവിടാ നിന്റെയൊക്കെ കോഴിക്കടൻ? പിന്നെ എന്തൊക്കെയുണ്ട് അപ്പൂട്ടാ? കല്യാണക്കാരൊക്കെ ഉടമ്പടിയായി. കടുവാശ്ശേരിലെ പെണ്ണുങ്ങളെല്ലാം കലങ്ങിയെന്ന് കേട്ടല്ലോ. ചേട്ടാ, ഞാനതല്ല ആലോചിക്കുന്നത്. ഇത്രയൊക്കെ ജനസമ്മതി ഉണ്ടായിട്ടും ഇവനെന്താ പെണ്ണ് കിട്ടാത്തത്? ഇനി എന്റെ സഹായം വല്ലതും ആവശ്യമുണ്ടോ? അതിന് കോഴിക്കാട്ടിൽ അച്യുതൻ നമ്പ്യാർക്ക് എങ്ങാണ്ടെന്നും തട്ടിക്കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന പാച്ചാളം തങ്കമ്മയില് പെമ്മക്കളൊന്നും ഇല്ലല്ലോ. അല്ല പൂട്ടാ, നമ്മൾ തമ്മിലൊരു വാക്കേറ്റം വേണ്ട. എന്റെ വീടത്തിലുള്ള റോഡ് വിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അന്ന് മന്ത്രിയുടെ മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് നിങ്ങൾ എന്നെ സമ്മതിച്ചല്ലേ? അതന്ന് അതേ മന്ത്രി തന്നെയാണ് സ്വന്തം ആൾക്കാർ ഉപയോഗിച്ച് വോട്ട് തിരിമറി നടത്തി എന്നെ തോൽപ്പിച്ചത്. അതുകൊണ്ടാണ് നീ ജയിച്ചത്. അതുകൊണ്ട് ഈ നാട് രക്ഷപ്പെട്ടില്ലേ? നിർത്ത അപ്പുട്ടാ, എന്തിനത്ര തിടുക്കത്തിൽ ഇവിടെ റോഡ് വെട്ടേണ്ട ആവശ്യം? നമ്പ്യാർക്കറിയാലോ, താമരക്കുളത്തുകാർക്ക് ഒരു അസുഖം വന്ന ആശുപത്രിയിലേക്ക് പോകേണ്ടത് വട്ടക്കുഴി കവല വഴിയാ. ഒരു സ്ത്രീക്ക് പ്രസവവേദന വന്ന 8 കിലോമീറ്ററോളം വണ്ടി ഓടേണ്ട നമ്പ്യാര്. ഈ റോഡ് വന്നാൽ അത് എളുപ്പമാവില്ലേ? നീ ഒരു പെണ്ണ് കെട്ടി അവള് ഗർഭിണിയായി അവക്ക് പ്രസവവേദന വരുമ്പോഴല്ലേ അത് അപ്പ നോക്കിയാ പോരാ അപ്പൂട്ടാ. ഈ റോഡ് വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി തന്റെ സമ്മതം ഒന്നും വേണ്ട. നോക്കി നിൽക്കാതെ കയറി വിട്ടടാ. ഞാൻ കാണാൻ തുടങ്ങിയ കാലം മുതൽ സരസ്വതി ചേച്ചി ഈ ഓട്ടമാ. എന്നാ ഈ ഓട്ടവും നിർത്തുന്നേ? രാവുണ്ണിയേട്ടൻ വരാറുണ്ടോ? ഒരു വിധത്തിൽ നോക്കിയാൽ രാവണി വരാതിരിക്കാ ഭേദം. പാവം സരസ്വതി കഷ്ടപ്പെട്ട ആ കുട്ടികളെ ഒരു കരക്കെത്തിക്കാൻ നോക്കുമ്പോ അവൻ വന്ന് കശപിശ ഉണ്ടാക്കും. പിന്നെങ്ങനെയാ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാവുക? ഒരുത്തനെ കുത്തി മലർത്തിയിട്ട് ജയിലിൽ പോയവനാ. അയക്കിനി മര്യാദക്ക് ജീവിക്കണമെന്നില്ല. അവരെ വിട്ട് ജീവിക്കാൻ സമ്മതിക്കത്തുമില്ല. കഷ്ടമാണ്. പാല് കറക്കാൻ ചെന്നപ്പോ പശു ഒന്നടഞ്ഞു. അതുകൊണ്ടാ വൈകിയത്. ഒരു വിധത്തിൽ കറന്നെടുത്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പതിവുകാരെ പിണക്കാൻ പറ്റുമോ? സാരില്ല ചേച്ചി. ചേച്ചി വൈകിയാലെന്താ? മിഷനിൽ കാല് വെച്ചാ എടുക്കണമെങ്കിൽ മണി 5 ആകുമല്ലോ. അമ്പിളിയുടെ റിസൾട്ട് വരാറായില്ലേ ചേച്ചി? ഇന്നോ നാളെ അറിയാം. അത് ഓർക്കുമ്പോഴാ ആദി. അതെന്താ? അവള് പാസ്സാവൂലേ? പാസ്സാവും. നല്ല മാർക്കുണ്ടാവുന്ന ആള് പറയണേ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്താ? ഡിഗ്രിക്ക് വിടുന്നില്ലേ? ഇവിടെ വരെ എത്തിച്ചത് തന്നെ കഴിവുണ്ടായിട്ടല്ല, കുട്ടികൾ നന്നായിട്ട് പഠിക്കണമെന്നല്ലോ എന്ന് ഓർത്തിട്ടാ. ഇനി ഭാരം ചുമക്കാൻ വയ്യ സരോജിനി. അപ്പൊ ഇനി അമ്പിളി എന്റെ കൂടെ തയ്യലിന് വരട്ടെ. അതിനിടയിൽ ടൈപ്പിനും വിടാം. അവൾക്ക് എന്തെങ്കിലും ഒരു പണിയായാൽ എനിക്കൊന്ന് ശ്വാസം വിടാലോ. അതാ നല്ലത്. കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവുള്ളൂ. അല്ലെങ്കിൽ തന്നെ പെൺകുട്ടികൾ പഠിച്ചിട്ടെന്താ, കെട്ടിച്ചു വിടേണ്ടതല്ലേ. എന്റെ അഭിപ്രായത്തിൽ അമ്പിളിക്ക് ടൈപ്പും തുന്നലും മതി. നിന്റെ അഭിപ്രായം ചോദിച്ചില്ല. അസൂയ. ഇറങ്ങി ഇറങ്ങി വാ, പെട്ടെന്ന് പെട്ടെന്ന്. ഇറങ്ങി വാ ചേട്ടാ. എന്റെ ചേട്ടാ ചില്ലറ വേണ്ട ഭാഗ്യരായി. പേച്ചി തള്ള അവിടെ ആരും അന്വേഷിച്ചില്ല. ടൗണിൽ ധാരാളം ആശുപത്രികളുണ്ട്. പുതിയ വാർത്തകൾ വല്ലതും ഉണ്ടോ എന്നാ ചോദിച്ചത്. ഉണ്ട്. നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു വാർത്തയുണ്ട് എന്റെ തള്ളേ. സരസ്വതി, അമ്പിളിയുടെ ഒരു ഫോട്ടോ വേണം. എന്തിനാ? അമ്പിളിക്ക് പ്രീ ഡിഗ്രിക്ക് റാങ്ക് ഉണ്ട്. സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഇന്ന് തന്നെ ഫോട്ടോ പത്രാഫീസിൽ എത്തിക്കണം. മാധവേട്ടാ, അമ്പിളിക്ക് റാങ്ക് ഉണ്ട്. റാങ്ക്? മാധവേട്ട ഒരു ലക്ഷം പുട്ട്. അമ്പിളിക്ക് റാങ്ക് കിട്ടി പ്രമാണിച്ച് ഇന്ന് പുട്ടില്ല കട്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇന്ന് തയ്യലും കൊയ്യലൊന്നും വേണ്ട. സരസ്വതി ചേച്ചി, സരോജിനി ഇറങ്ങി വാ. ചന്ദ്രിക പാടി. ഓ, ഞാനിങ്ങും വരുന്നില്ല. ഒരുപാട് പണിയുണ്ട്. അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണേ മീനാക്ഷി.
താദിനന്ദ 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 തെയ്യന്താരോ താദിനന്ദ 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 തെയ്യന്താരോ താദിനന്ദ 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 തെയ്യന്താരോ. അമ്പിളി അമ്പിളി എന്താ അമ്മേ? എന്താ മാധവേട്ടാ? മോളെ വേണ്ട, ഞാൻ പറയാം. അമ്പിളി മോൾക്ക് പ്രീ ഡിഗ്രിക്ക് റാങ്ക് കിട്ടി. നേരാണോ അമ്മേ? അതെ മോളെ. ബഹുമാന്യരായ നാട്ടുകാരെ, പ്രീ ഡിഗ്രി പരീക്ഷയിൽ റാങ്ക് വാങ്ങിയ നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രിയായ അമ്പിളിക്ക് നാളെ വൈകുന്നേരം 5 മണിക്ക് താമരക്കുളം കവലയിൽ അപ്പൂട്ടന്റെ അധ്യക്ഷതയിൽ ചേരുന്ന വമ്പിച്ച പൊതുയോഗത്തിൽ വെച്ച് സ്വീകരണം നൽകുന്നു. തദവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശിവകുമാർ അമ്പിളിയെ പൊന്നാട അണിയിക്കുന്നതാണ്. താമരക്കുളത്തുകാരെ സംബന്ധിച്ചിടത്തോളം എക്കാലവും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു സുദിനമാണിന്ന്. സ്വന്തം ആരോഗ്യസ്ഥിതി പോലും മറന്ന് അഹോരാത്രം പണിയെടുത്ത് മകളെ ഈ നിലയിലെത്തിച്ച അമ്പിളിയുടെ മാതാവ് സരസ്വതി അമ്മയെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാവില്ല. അമ്പിളിക്ക് ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ സാമ്പത്തിക പരാധീനതയും സ്വന്തം പിതാവിൽ നിന്നുള്ള ദ്രോഹവും ആ കുട്ടിയെ ദുഃഖത്തിലാഴ്ത്തുന്നു. ഒരു യോഗം സംഘടിപ്പിച്ച് അനുമോദിച്ചത് കൊണ്ടായില്ല. അമ്പിളിയെ കൈപിടിച്ചുയർത്തണം, അവളെ പ്രോത്സാഹിപ്പിക്കണം. അത് ഈ നാട്ടുകാരുടെ കർത്തവ്യമാണ്. അമ്പിളിക്ക് ശോഭനമായ ഒരു ഭാവി നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഞാൻ അമ്പിളിയെ പൊന്നാട അണിയിക്കുന്നു. നാട്ടുകാരെ, ജീവിതത്തിൽ ഉയരണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടണം. എത്രയെത്ര മഹാന്മാരാണ് ചെറ്റക്കുടിലിൽ നിന്നും മണമാളികൾ എത്തിയിട്ടുള്ളത്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എല്ലാ പേരുകളും ഞാൻ ഓർക്കുന്നില്ല, എന്നാലും ചില പേരുകൾ ഞാൻ ചൂണ്ടിക്കാട്ടാം. ഹാജി മസ്താൻ ബോംബെയിൽ ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു, പിന്നെ കോടീശ്വരനായില്ലേ. പിന്നെ ഏതോ ഒരു ശോഭാരാജൻ, ചാൾസ് ശോഭരാജ്, അതെ അവൻ തന്നെ ഇന്ന് ലോക പ്രശസ്തനായില്ലേ. ഇതെങ്ങനെ സാധിക്കുന്നു സുഹൃത്തുക്കളെ? കഷ്ടപ്പെട്ടിട്ട്. പിന്നെ ചിലരുണ്ട് ജനങ്ങളുടെ കൈയടി കിട്ടാൻ വേണ്ടി അങ്ങ് ഇങ്ങൊക്കെ നക്കാപ്പിച്ച കൊടുത്തിട്ട് കേമത്തം ചമഞ്ഞ് നടക്കുന്നവർ. അത് തികഞ്ഞ അല്പത്തരമാണ്, അന്തസ്സില്ലായ്മയാണ്. അതിനൊന്നും അച്യുതൻ നമ്പ്യാരെ കിട്ടില്ല. അമ്പിളി കഷ്ടപ്പെട്ട് പഠിക്കട്ടെ. അതിന് വയ്യെങ്കിൽ അവിടെ നിലയ്ക്കത്തൊരു കല്യാണം നടത്തി അങ്ങ് വിട്ടേക്കണം. ഇതാണ് സരസ്വതിക്കും അമ്പിളിക്കും എന്റെ ഉപദേശം. ഞാൻ പറയുക പട്ടിക്ക് രോമം കിളിർത്ത വല്ലവന് എന്ത് ഗുണമെന്ന് പറഞ്ഞ പോലെ അച്യുതൻ നമ്പ്യാർക്ക് പണമുണ്ടായ സാധുക്കൾക്ക് എന്ത് ബലം? അച്യുതൻ നമ്പ്യാരോ കൊടുക്കില്ല, എന്നാ കൊടുക്കാൻ സന്മനസ്സുള്ളവരെ പുച്ഛിക്കുകയും ചെയ്താലോ? അതായത് പട്ടി പുല്ല് തിന്നുകയില്ല, പശുവിനൊട്ട് തീറ്റുകയില്ല. താമരക്കുളത്തുള്ളവരെല്ലാം അച്യുതൻ നമ്പ്യാരെ പോലെ അറുപിന്തിരിപ്പന്മാരാണെന്ന് ബഹുമാനപ്പെട്ട MLA തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. അല്ല, മനുഷ്യന്റെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും നിസ്സഹായാവസ്ഥയും മനസ്സിലാക്കാനും കൈയയച്ച് സഹായിക്കാനും മനസ്സുള്ളവർ ഈ താമരക്കുളത്തുണ്ട്. സരസ്വതി ചേച്ചിയുടെ വീട്ടിലെ അവസ്ഥയൊക്കെ എനിക്കറിയാം. അമ്പിളി പഠിപ്പിൽ മിടുക്കിയാണെന്നും കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കുട്ടിയെ തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പഠിപ്പില്ലാത്തതിന്റെ കുറവ് ശരിക്കറിയുന്നവനാണ് ഞാൻ. MLA പറഞ്ഞു അമ്പിളിയുടെ മനസ്സിൽ ഒട്ടേറെ മോഹങ്ങളുണ്ടെന്ന്. അമ്പിളിയുടെ മോഹം എന്തായാലും എന്ത് തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചാലും അതിന് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ചെലവഴിക്കാൻ തയ്യാറാണെന്ന് കൊട്ടാരം വീട്ടിലെ വേലായുധ മേനോന്റെ മകൻ അപ്പൂട്ടൻ ഈ വേദിയിൽ വെച്ച് വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനം ചെയ്തത് തെറ്റായി പോയോ അമ്മേ? പാവങ്ങളല്ലേ അമ്മേ, മറ്റൊന്നിനുമല്ലല്ലോ, പഠിക്കാൻ വേണ്ടിയല്ലേ. എനിക്കോ പഠിക്കാൻ പറ്റില്ല. സാരമില്ലല്ലേ. ദേ അമ്മ ചിരിക്കുന്നു. അപ്പ സമ്മതിച്ചു.
എനിക്കിതൊക്കെ ഒന്ന് തുറന്നു പറയാൻ എന്റെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. അച്ഛന്റെ രൂപം പോലും ഓർമ്മയില്ല. അച്ഛൻ എനിക്ക് വേണ്ടി ഒരുപാട് ഉണ്ടാക്കി വെച്ചു. അമ്മ പേടിക്കണ്ട, ആ മുതലേ നശിപ്പിക്കൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ആർക്കാ ഇത്രയൊക്കെ? എനിക്കൊരു കുടുംബമാകുമ്പോഴല്ലേ, അതിന് ഈ വീടും പുറകിലെ 50 പറ കണ്ടവും ധാരാളം മതി. അങ്ങനെയുള്ളവളെ മതി എനിക്ക്. ഞാൻ അമ്പിളി പഠിപ്പിക്കാൻ പോവാ. ദേ സമ്മതിച്ചിട്ട് പിന്നെ ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ, അപ്പൂട്ടന്റെ സ്വഭാവം മാറും. വരുന്നുണ്ട്. ആ അമ്മ സമ്മതിച്ചോ? സമ്മതിച്ചു. സമ്മതിച്ചില്ല, സമ്മതിക്കില്ല. വേണം ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. വേണ്ട, അമ്മയുടെ മനസ്സ് എനിക്കറിയുന്ന പോലെ നിങ്ങൾക്കറിയില്ലോ. നിന്നെ ഞങ്ങൾക്ക് അറിയും പോലെ അമ്മയ്ക്കറിയില്ലല്ലോ. എടാ, ഒരു മൈക്ക് കിട്ടിയ സ്വയം മറന്ന് കീറുവാണം പറയരുത്. അങ്ങനെ പറയുന്നവരുണ്ട് മതപ്രസംഗക്കാര്. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. ആ MLA എന്താ ചെയ്തത്? വല്ലവും വാഗ്ദാനം ചെയ്തോ? പ്രസംഗിച്ചു, കൈയടി മേടിച്ചു, നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ. നീയോ? അവളെ പഠിപ്പിക്കാൻ നീ ആരാടാ അവളുടെ? അപ്പുട്ടാ, കിണർ കുഴിക്കുന്നത് പോലെയോ വെയിറ്റിംഗ് ഷോട്ട് ഉണ്ടാക്കുന്ന പോലെയോ അല്ല. ആ പെണ്ണ് എന്താ കണ്ടുവച്ചിരിക്കുന്നതെന്ന് നമുക്കറിയോ? വാക്കുകൊടുത്തിരിക്കല്ലേ. അവളുടെ മോഹം എന്താന്ന് വെച്ചാൽ നടത്തി കൊടുക്കാമെന്ന്. എടാ, മോഹത്തിന് കടിഞ്ഞാണില്ല. എന്റെ ചായക്കിടയ്ക്ക് പകരം ഒരു 5 സ്റ്റാർ ഹോട്ടൽ നടത്തണമെന്നാണ് എന്റെ മോഹം. നടക്കുവോ? എനിക്ക് മീനാക്ഷി ശേഷാദ്രിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹം. എന്താ നടത്തി തരാം? മീനാക്ഷി ശേഷാദ്രി പോയിട്ട് കാളക്കച്ചവടക്കാരൻ ചാമിയുടെ മോള് മീനാക്ഷി അവരെ നിനക്ക് അയവിറക്കാന്നേ ഉള്ളൂ. നടക്കാത്തത് മോഹിക്കരുത്. ആ പെൺകുട്ടിയുടെ മോഹം പഠിക്കണമെന്നാ. അതിനെന്ത് ചെലവ് വരുമെന്ന് എനിക്കറിയോ? അവള് ഡോക്ടറോ എഞ്ചിനീയറോ IAS ഒക്കെ പഠിക്കണമെന്ന് പറഞ്ഞാ പഠിപ്പിക്കും. സത്യം ചെയ്ത് നമ്മുടെ നാട്ടുകാരുടെ മുന്നിൽ വെച്ചാ അപ്പൂട്ടിനത് ചെയ്തിരിക്കും.